യെസ്, ശരി ഷുക്കൂർ. നമ്മൾ നേരെ ഡൽഹിയിലേക്ക് പോകുന്നു. കേരളത്തിൽ ഇന്നലെ MLA-മാരുടെയൊക്കെ മനസ്സറിഞ്ഞതിന് ശേഷം AICC നിരീക്ഷകർ ഇപ്പോൾ അവർ തയ്യാറാക്കിയ റിപ്പോർട്ട് AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെക്ക് നൽകാൻ വേണ്ടി ഡൽഹിയിൽ എത്തിച്ചേരുകയാണ്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ ആണ് നമ്മൾ കാണുന്നത്. മുകുൾ വാസ്നിക്കും അജയ് മാക്കനുമാണ് ഇന്നലെ AICC നിരീക്ഷകരായി കേരളത്തിലെത്തി. MLA-മാരെ കാണുന്നു, ഘടകകക്ഷി നേതാക്കളെ കാണുന്നു, മുതിർന്ന കോൺഗ്രസ് നേതാക്കളെ കാണുന്നു. എല്ലാവരുടെയും പിന്തുണ അറിഞ്ഞതിന് ശേഷം ഒരു റിപ്പോർട്ട് തയ്യാറാക്കി ഇന്നിപ്പോൾ അത് AICC അധ്യക്ഷനെയും രാഹുൽ ഗാന്ധിയെയും ഒക്കെ അറിയിക്കും. അതിൻ്റെ ബാക്കിയുള്ള പ്രോസസ്സ് എന്തായിരിക്കും എന്നറിയണം. ഡി ധനസുമോദ് വിശദാംശങ്ങളുമായി ചേരുന്നു. സുമോദ്, മുകുൾ വാസ്നിക്കും അജയ് മാക്കനും ആരെയാണ് ഇനി നേരിട്ട് കാണുക? കേരളത്തിൽ അവർക്ക് ലഭിച്ച ഇൻപുട്ട് ഫീഡ്ബാക്ക് അത് ആരെയാണ് ഇനി അറിയിക്കേണ്ടത്? തുടർന്നുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയാണ്? ഇന്നലെ രാത്രി ഡൽഹിയിലെത്തിയ അജയ് മാക്കനും മുകുൾ വാസ്നിക്കും ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ മല്ലികാർജ്ജുന ഖാർഗെയുടെ വസതിയിലെത്തും. അധ്യക്ഷന്റെ വസതിയിലാണ് ഇന്ന് പ്രധാനപ്പെട്ട ചർച്ച നടത്തുക. മുഖ്യമന്ത്രി ആര് എന്നുള്ള ഒരു ചോദ്യം, അതിന്റെ റിപ്പോർട്ടാണ് സമർപ്പിക്കുന്നത്. കേവലം MLA-മാരുമായിട്ട് മാത്രമല്ല അവർ ചർച്ച അഭിപ്രായം എടുത്തിരിക്കുന്നത്. MLA-മാർ, MP-മാർ, CWC അംഗങ്ങൾ, മുൻ KPCC അധ്യക്ഷന്മാർ തുടങ്ങിയവരെ അവിടെ ആലോചിച്ചതിന് ശേഷമാണ് ഈ റിപ്പോർട്ട് തയ്യാറാകുന്നത്. അങ്ങനെ നമ്മൾ രാവിലെ തന്നെ ഇക്കാര്യങ്ങൾ പറഞ്ഞിരുന്നു. 12 മണിക്ക് റിപ്പോർട്ട് സമർപ്പിക്കും എന്നുള്ളൊരു കാര്യം. അതിനുവേണ്ടിയുള്ള പ്രധാനപ്പെട്ട ചർച്ചയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ചർച്ചയ്ക്ക് ആദ്യം എത്തിയിരിക്കുന്നത് ദീപാദാസ് മുൻഷിയാണ്. കേരളത്തിന്റെ ചാർജുള്ള ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഇപ്പോൾ ഖാർഗെയുടെ വസതിയിലേക്ക് കയറിയിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ കേരളത്തിലെത്തിയ നിരീക്ഷകർ അവർ ഖാർഗെയുടെ വസതിയിലെത്തും. അതിനുശേഷം ഖാർഗെയുമായി ചർച്ച ചെയ്യും. അവർ റിപ്പോർട്ട് അവർ സമർപ്പിക്കും. MLA-മാർ ആർക്കൊപ്പമാണ്, അവരുടെ മനസ്സിലിരിപ്പ് എന്താണ് എന്നുള്ള ഒരു റിപ്പോർട്ട് തന്നെയായിരിക്കും സമർപ്പിക്കുന്നത്. പ്രധാനമായും 2 ചോദ്യങ്ങളായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. ഒന്ന്, ഈ സഭാകക്ഷി നേതാവ് അഥവാ മുഖ്യമന്ത്രി എന്ന രീതിയിൽ നിങ്ങളുടെ പരിഗണന ആർക്കാണ് എന്നുള്ളൊരു ഒന്നാമത്തെ ചോദ്യം. ആ പേര് പറഞ്ഞതിന് ശേഷം അധികമായി നിങ്ങൾക്ക് മറ്റാരുടെയെങ്കിലും കൂടി പേര് പറയാനുണ്ടോ എന്നുള്ളൊരു കാര്യം കൂടി ചോദിച്ചിരുന്നു. അങ്ങനെ രണ്ടാമത് പേര് പറഞ്ഞെങ്കിൽ അതൊരു പ്ലസ് ഇട്ട് ആ പേര് രണ്ടാമത് കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷമാണ് അവർ കൃത്യമായി ഒരു റിപ്പോർട്ട് തയ്യാറാക്കി ഡൽഹിയിലെത്തുന്നത്. ഡൽഹിയിലെത്തി ഏതാനും നിമിഷങ്ങൾക്കകം തന്നെ ആ റിപ്പോർട്ടുമായി മല്ലികാർജ്ജുന ഖാർഗെയുടെ വസതിയിലെത്തും. അതിനുശേഷമായിരിക്കും മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായും ഖാർഗെയുടെ വസതിയിൽ ചർച്ച നടത്തുന്നത്. യെസ്, ഖാർഗെയുമായി ചർച്ച നടത്തിയതിനു ശേഷം ഇനി ഇക്കാര്യത്തിൽ AICC പ്രവർത്തക സമിതി അംഗങ്ങളെയും നിലവിൽ ഈ നിരീക്ഷകരോ അല്ലെങ്കിൽ മുതിർന്ന നേതാക്കളോ കണ്ടു എന്നറിയുന്നു. അതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു ഷാഡോ സംഘത്തെ ഇനി കൂടുതൽ ഇവിടുത്തെ പൾസ് അറിയാൻ, ഇപ്പോൾ നേതാക്കളുടെയും MLA-മാരുടെയും ഘടകകക്ഷി നേതാക്കളുടെയും ഒക്കെ അഭിപ്രായമാണല്ലോ ഇതുവരെ ആരാഞ്ഞത്. അതിനപ്പുറത്തേക്ക് ഗ്രൗണ്ടിലെ പൾസ് അറിയാൻ ഒരു ഷാഡോ സംഘത്തെ, ഒരു PR ടീമിനെ നിയോഗിച്ചു എന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അത് എത്ര കണ്ട് വിശ്വസിക്കാവുന്ന ഒന്നാണ്. അവരുടെ റിപ്പോർട്ടും കൂടി കിട്ടിയതിന് ശേഷം മാത്രമാകും ഒരു തീരുമാനത്തിലേക്ക് എത്തുക നേതൃത്വം. സുമോദ്, ആ റിപ്പോർട്ട് അവർ ഇമെയിൽ തന്നെ മുഖേന അറിയിക്കുകയായിരിക്കും ചെയ്തിരിക്കുന്നത്. കാര്യം കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ VD അനുകൂല പ്രകടനങ്ങൾ നടക്കുന്നുണ്ട്. അതായത് ജനങ്ങൾ തെരുവിലിറങ്ങിയിരിക്കുകയാണ്. പലപ്പോഴും ഈ പ്രതിപക്ഷ നേതാവ് VD സതീശനെ തന്നെ മുഖ്യമന്ത്രിയാക്കണം എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ അതിലെ ഒരു ഫീലിംഗ് എടുക്കാൻ വേണ്ടി മാത്രമായിരിക്കും ആ റിപ്പോർട്ട് പരിഗണിക്കുക. പ്രധാനമായും ഈ റിപ്പോർട്ടിൽ, അതായത് MLA-മാരുടെ ഒരു റിപ്പോർട്ടാണ് ഏറ്റവും പ്രധാനമായി പരിഗണിക്കുന്നത്. ഇതുകൂടാതെ കേരളത്തിൽ നിന്നുള്ള CWC അംഗങ്ങൾ, മലയാളികൾ ആയിട്ടുള്ള CWC അംഗങ്ങൾ ഇപ്പോൾ ശശി തരൂർ ഇതിനകം തന്നെ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ, VM സുധീരൻ തുടങ്ങിയ മുൻ KPCC അധ്യക്ഷന്മാർ, MP-മാർ എന്നിവരോട് സംസാരിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു അന്തിമമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കുക. 3 പേർ തന്നെയാണ് ഈ റിപ്പോർട്ട്. ഇതിനകം തന്നെ മറ്റു നേതാക്കന്മാർ കൂടി, നിരീക്ഷകർ ഇപ്പോൾ എത്തുകയാണ്. ഇപ്പോൾ മുകുൾ വാസ്നിക്ക് മല്ലികാർജ്ജുന ഖാർഗെയുടെ വസതിയിലേക്ക് എത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. അങ്ങനെ കേരളം കാത്തിരിക്കുന്ന ഒരു റിപ്പോർട്ടുമായിട്ടാണ് അദ്ദേഹം മുകുൾ വാസ്നിക്ക് വരുന്നത്. മുകുൾ വാസ്നിക്ക് ഇനി അജയ് മാക്കൻ കൂടിയാണ് ഇനി വരാനുള്ളത്. സംഘടനാ ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്ക് അദ്ദേഹം നിരവധി സംസ്ഥാനങ്ങളിൽ ഇതുപോലെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുകയും പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കുകയൊക്കെ ചെയ്ത പ്രജ്ഞനായിട്ടുള്ള ഒരു നേതാവ് കൂടിയാണ്, അനുഭവ സമ്പന്നുള്ള നേതാവ് കൂടിയാണ്. അദ്ദേഹം ഇപ്പോൾ മല്ലികാർജ്ജുന ഖാർഗെയുടെ വസതിയിലേക്ക് കയറിയിരിക്കുകയാണ്. ഇനി അദ്ദേഹം സമർപ്പിക്കുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ചർച്ചകളായിരിക്കും പ്രധാനമായും ഇന്ന് നടക്കുന്നത്. ഇനി അജയ് മാക്കൻ കൂടി, ദേശീയ ട്രഷറർ അജയ് മാക്കൻ കൂടി ഈ വസതിയിലേക്ക് വരാനുണ്ട്.
ഇവർ കൂടി എത്തിക്കഴിയുമ്പോൾ ചർച്ച നടത്തും. ഈ ചർച്ചയിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സാധാരണ ഏതൊരു ചർച്ചയ്ക്കും സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉണ്ടാകുന്നതാണ്. പക്ഷേ KC വേണുഗോപാലിനെ മാറ്റി നിർത്തിക്കൊണ്ടായിരിക്കും ഇത്തവണ ചർച്ച നടത്തുന്നത്. കാരണം KC വേണുഗോപാലിന്റെ പേര് നിരവധി MLA മാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം കൂടി നിൽക്കുന്ന ഒരു തീരുമാനം ഒരു സുതാര്യമായിരിക്കില്ല എന്നുള്ള ഒരു ലക്ഷ്യം കൊണ്ടാണ് KC വേണുഗോപാലിനെ മാറ്റി നിർത്തിക്കൊണ്ട് ബാക്കിയുള്ള നേതാക്കന്മാർ പ്രധാനമായും ചർച്ച നടത്തുന്നത്. യെസ്, അങ്ങനെ മുകുൾ വാസ്നിക്കും അജയ് മാക്കനും ഡൽഹിയിൽ തിരിച്ചെത്തിയിരിക്കുന്നു. അവരിപ്പോൾ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിലെത്തി അദ്ദേഹവുമായി കാണുകയാണ്. നിലവിൽ കേരളത്തിൽ നിന്ന് കിട്ടിയ ഫീഡ്ബാക്ക് അനുസരിച്ച് റിപ്പോർട്ട് അവർ തയ്യാറാക്കിയിട്ടുണ്ട്. ആ റിപ്പോർട്ടും MLA-മാരുടെ പിന്തുണ അടക്കമുള്ള പേപ്പറുമൊക്കെ മല്ലികാർജ്ജുൻ ഖാർഗെയെ ധരിപ്പിക്കും, കേരളത്തിലെ സാഹചര്യം അറിയിക്കും. അതിനുശേഷമാണ് ഇനി ബാക്കിയുള്ള നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ പോകുന്നത്. മല്ലികാർജ്ജുൻ ഖാർഗെ ഇനി എന്ത് പൊസിഷൻ ഇക്കാര്യത്തിൽ എടുക്കും എന്നുള്ളതും കൂടിയാണ് നമ്മൾ അറിയേണ്ടത്. എന്തായാലും ഇന്നലെ എല്ലാ കണ്ണുകളും ഇന്ദിരാ ഭവനിലേക്കായിരുന്നുവെങ്കിൽ ഇനി എല്ലാ കണ്ണുകളും ഡൽഹിയിലേക്കാണ്. അവിടെ നിന്നാണ് തീരുമാനം വരേണ്ടത്, അവിടെ നിന്നാണ് പ്രഖ്യാപനം വരേണ്ടത്. അതിനിപ്പോൾ ഒരു പക്ഷേ ഇനിയും ദിവസങ്ങൾ കാത്തിരിക്കേണ്ടി വരും. കാരണം ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോഴും എത്തിയില്ല എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.